പരിശുദ്ധാത്മാവ് തന്ന ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു, മുഖം മൂടി. യഹോവ അരുളി ചെയ്തു, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊരിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. ഒത്തിരി പ്രസംഗങ്ങൾ ഈ വാക്യത്തിനകത്തുനിന്ന് നാം കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു പക്ഷേ ഒട്ടനവധി ചിന്തകൾ ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ മനസ്സിനകത്ത് വന്നേക്കാം. പക്ഷെ സ്നേഹത്തോടെ ഹൃദയത്തിൽ തട്ടി ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത വേഗത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. പ്രിയരെ, വചനം കൃത്യമായി പറയുന്നു. പുറപ്പാട് പുസ്തകത്തിൻ്റെ ആശയം തന്നെ അതൊരു പുറപ്പാടാണ്. എക്സോഡസ്. എവിടെ നിന്നുള്ള പുറപ്പാട്? അടിമത്വത്തിൽ നിന്ന് ജയാളികളെ പോലെയുള്ളൊരു യാത്രയാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഇമ്മലകളിൽ നമ്മിൽ വെളിപ്പെട്ടു നിന്ന പൈശാചിക മുഖങ്ങളെ തകർത്ത് ദൈവസഭ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം കൈമാറിയ ഈ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ ഉള്ളൊരു യാത്രയിലാണ് നമ്മൾ. ഹല്ലേലൂയ. അതിനകത്ത് എഴുന്നേറ്റ് വരുന്നൊരു ശക്തനായ വ്യക്തിത്വമുണ്ട്. മോശ എന്നാണ് പേര്. നമുക്കെല്ലാവർക്കും അറിയാം മോശയുടെ ജനിക്കുമ്പോൾ തന്നെ വേദപുസ്തകം പറയുന്നു അതിസുന്ദരനായിരുന്നു. അവൻ്റെ മാതാവ് കൂടാരത്തിനകത്ത് അവനെ ഒളിപ്പിച്ചു. ഒട്ടനവധി പ്രതിസന്ധികൾ വന്നിട്ടും പ്രതികൂലങ്ങൾ വന്നിട്ടും അവൻ്റെ ജീവന് നേരെ വെല്ലുവിളികൾ വന്നിട്ടും പ്രതികൂലത്തിൻ്റെ മടുവിലും പ്രതിസന്ധിയുടെ മടുവിലും പലപ്പോഴൊക്കെയും നമ്മൾ എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ആ കൂടാരത്തിനകത്ത് വെളിപ്പെട്ടു എങ്കിലും പക്ഷെ വചനം പറയുന്നു ദൈവം മോശയെ സംരക്ഷിച്ചു. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഈ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു ഹാളിനകത്ത് വന്നിരുന്ന് ആരാധിക്കുമ്പോൾ, ലൈവിലൂടെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ എനിക്ക് പറയാൻ കഴിയും, ഇമ്മലകളിൽ പ്രതിസന്ധികൾ വരാഞ്ഞിട്ടല്ല, പ്രതികൂലങ്ങൾ വരാഞ്ഞിട്ടല്ല, അവിടെയൊന്നും തകർന്നു പോകാതെ നമ്മുടെ ജീവനെ സംരക്ഷിച്ചൊരു ദൈവത്തിൻ്റെ കരമുണ്ട്. നമ്മുടെ കൂടാരത്തിനകത്ത് വന്ന പ്രതിസന്ധികൾ നമ്മുടെ ജീവനെ അപകരിച്ചു പോകുമോ എന്ന് ചിന്തിച്ച രാത്രികളിൽ, ചിന്തിച്ച ദിനരാത്രങ്ങൾക്കകത്ത് ഈ വിഷയം എന്നെ കൊണ്ടേ പോകത്തുള്ളൂ, എൻ്റെ തലമുറയെ കൊണ്ടേ പോകത്തുള്ളൂ, എൻ്റെ കുടുംബത്തെ തകർത്തേ പോകത്തുള്ളൂ എന്ന് ചിന്തിച്ച സമയത്തിലും തകരാതെ വണ്ണം നമ്മെ നിർത്തി ഇന്ന് പകൽ ജീവനോടെ നിർത്തിയത് ദൈവം നമ്മെ സംരക്ഷിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മൾ അറിയാത്ത ദൈവിക സംരക്ഷണം നമ്മുടെ കൂടാരത്തിനകത്തുണ്ടായിരുന്നു. ഇപ്പൊ ആർക്കും പറയാൻ കഴിയില്ല ഞാൻ നിന്നത് എൻ്റെ മിടുക്ക് കൊണ്ടെന്ന്, ഞാൻ ഇതുവരെ എത്തിയത് എൻ്റെ കഴിവ് കൊണ്ടെന്ന്, ഞാൻ ഇതുവരെ പഠിച്ചതും വിദ്യാഭ്യാസം നടത്തിയതും ഇതുവരെ എത്തിയതും എൻ്റെ കഴിവും എൻ്റെ പ്രാപ്തിയും കൊണ്ടെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ പറയാം, നിന്നെപ്പോലൊരു മൂഢനായ മനുഷ്യൻ വേറെയില്ല.
ഹല്ലേലൂയ. കാരണം നമ്മൾ ഇതുവരെ എത്തിയത് ദൈവത്തിൻ്റെ കൃപയാണ്. പ്രിയരെ, മോശയുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നിട്ട് തകരാതിരുന്നതിന് കാരണം അവന്റെ ജീവന്റെ പിന്നിൽ ചലിച്ചൊരു ദൈവിക വാഗ്ദത്തമുണ്ട്. ഈ പകൽക്കാലം ഈ ഭൂമിയിൽ ഇന്നും ജീവനോടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ദൂത് കൈമാറാ, നിന്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്ന ഒരു ദൈവിക വാഗ്ദത്തമുണ്ട്. അത് പ്രാപിച്ചെടുക്കാതെ ഈ ഭൂപ്പരപ്പ് വിട്ട് ദൈവം നിന്നെ കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം കണ്ണുകൊണ്ട് കണ്ടിട്ട് മാത്രമേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളൂ. ഈ ഭൂമി വിട്ടു പോകുമ്പോൾ ദൈവം എന്നെ കുറിച്ച് കണ്ടതല്ല പ്രാപിച്ചെടുത്തിട്ടേ പോകത്തുള്ളൂ എന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കണം. ഇന്നുള്ള പ്രതിസന്ധിയെ നോക്കരുത്, പ്രതികൂലത്തെ നോക്കരുത്, ഇന്നുള്ള ഉയർച്ച താഴ്ചകളെ നോക്കരുത്. അതിന്റെ പുറകിലും ചലിക്കുന്ന ദൈവത്തിൻ്റെ ഒരു മറവിടമായൊരു സംരക്ഷണമുണ്ട്. ഒരു കോഴി തന്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ എന്റെ ദൈവം ചിറക് വിരിച്ച് നിന്നെ മറച്ചു പിടിച്ചിരിക്കുന്ന ആ സംരക്ഷണമില്ലേ, അതിനകത്തുനിന്ന് നിന്നെ തട്ടി തകർത്തുകളയോ ഒരു പൈശാചിക പദ്ധതികൾക്കും കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരേ, മോശയുടെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയും ഒട്ടനവധി പരാജയങ്ങളുടെയും എങ്ങനെ ജീവിതം മുന്നോട്ട് നീക്കാൻ കഴിയാമെ ചിന്തിക്കാൻ കഴിയാത്ത ബാല്യം. ആമേ. എന്താണ് അവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ? ബാല്യമെന്ന് പറയുന്നത് ഓർമ്മ വച്ച നാൾ മുതൽ അവൻ കൊട്ടാരത്തിനകത്താണ്. പക്ഷേ അവൻ കേൾക്കുന്ന വാർത്തകളെല്ലാം ഇന്നലകളിൽ അവനെ സംരക്ഷിച്ച ദൈവത്തിൻ്റെ കരമാണ്. അവൻ ജീവിക്കുന്നത് കൊട്ടാരത്തിലാണെങ്കിലും അവൻ കേൾക്കുന്ന ശബ്ദം മുഴുവനും ദൈവത്തിൻ്റെയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? വചനം പറയുന്നു, എബ്രായ ലേഖനം പറയുന്നു, വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ, വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ബാല്യം മുതൽ ഓരോ ദിവസവും അവൾ വളർന്നത് ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്, ദൈവത്തിലുള്ള ആശ്രയത്തിലാണ്. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ടോ, എന്നെ കേൾക്കുന്ന ദൈവവൈതലുണ്ടോ? നിന്റെ ജീവിതം അർഹതയില്ലാത്ത രീതിയിൽ ഓരോ പടിയായി ഉയർച്ചകൾ വേണമോ? താഴ്ചയിലിരിക്കുന്ന നിന്നെ ദൈവം അർഹതയില്ലാത്ത ഇടങ്ങളിൽ ദൈവം നിന്നെ കൊണ്ടിരുത്തണോ? ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കണം. നീ വിശ്വാസത്താൽ വളരുന്നവനായി മാറണം. എങ്ങനെ വളരണം? വിശ്വാസത്താൽ വളരണം. ആരിലുള്ള വിശ്വാസത്താ? ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസത്താ. അവനിൽ വിശ്വസിച്ച് നീ ഓരോ ദിവസവും മുന്നോട്ട് വയ്ക്കുമ്പോൾ നിന്റെ കണ്ണിന്റെ മുൻപിൽ അവർണ്ണനീയമായ ഭാവികൾ വെളിപ്പെടും. ആരുടെ ഒന്നറിയില്ല, ദൈവാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുക. ജീവിതം മടുത്തിരിക്കുന്ന ആരെയോ ദൈവാത്മാവ് തട്ടി വിളിച്ചു ദൂത് കൈമാറുക. വിശ്വാസത്തിലൊന്ന് ചലിച്ചു നോക്ക്. നിന്റെ വളർച്ച നീ വേഗത്തിൽ കാണും, നിന്റെ ഉയർച്ച നീ വേഗത്തിൽ കാണും. നിന്റെ വിശ്വാസത്തിന്റെ ആഴം ഈ പകൽ വർദ്ധിക്കട്ടെ. ഈ പകൽ വിശ്വാസത്താ ഈ പകൽ മടക്കാൻ തീരുമാനിച്ച ആർ യു റെഡി ടു വാക്ക് ഇൻ ഫെയ്ത്ത്? ഈ പകൽ വിശ്വാസത്താ ഓരോ പകല് സ്റ്റെപ്പ് വയ്ക്കാൻ തീരുമാനിച്ച വചനം പറയുന്നു, അവർണ്ണനീയമായ ചിലവ് ദൈവം നിന്നെ കരുതുന്നവനാണ്. ഓ ബാല്യം മുതൽ അവൻ വളർന്നു വന്നത് വിശ്വാസത്താലാണ്. ഈ പകൽക്കാലം ജീവിതത്തിൻ്റെ സാഹചര്യം നോക്കരുതേ, ഇന്നിൻ്റെ അവസ്ഥകൾ നോക്കരുതേ, ഇന്നിൻ്റെ ശൂന്യതകൾ നോക്കരുതേ. ഇന്ന് നിനക്ക് കരുതാൻ ആരും കാണില്ല, നിന്നെ ചേർത്ത് പിടിക്കാൻ ആരും കാണില്ല. ഒരുപക്ഷെ ഒരു നന്മയെടുത്ത് നിന്റെ കരത്തിൽ തന്നിട്ട് അത് ചെയ്യാൻ പറയാൻ ആരും കാണില്ല. ഈ പകൽ ജീവിതം മുഴുവനും ശൂന്യമായിരിക്കുക. സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി പോലും കാണില്ല. ഒരു നല്ല വാക്ക് പറഞ്ഞ് എൻകറേജ് ചെയ്യാൻ ആരും കാണില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം അറിഞ്ഞ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു നിന്ന, അറിഞ്ഞ വിശ്വാസത്തിനകത്ത് സ്റ്റെപ്പ് എടുത്തു വച്ച നിന്റെ നാളുകൾ വിശ്വാസത്താലുള്ള വളർച്ചകൾ കാണും. വിശ്വാസ
വിശ്വാസത്താലുള്ള ഉയർച്ചകൾക്കാണ്. ചുമ്മാ ഒരു പ്രസംഗം പ്രസംഗിച്ചു വിടുകയല്ല. ഈ പകൽ അങ്ങനെ ഒരു ഫേവർ ചിലരുടെ ജീവിതത്തിൻ്റെ മേൽ ഇറങ്ങി നിൽക്കുന്നൊരു വെളിപ്പാട് ദൈവാത്മാവിനെ കാണിക്കുന്നു. അർഹതയില്ലാത്ത ദേശങ്ങളുടെ മന്മ മിന്നെ തേടി വരുന്നൊരു വെളിപ്പാട് ഈ പകൽ ദൈവാത്മാവിനെ കാണിക്കുക. വിശ്വസിക്കാമെങ്കിൽ ഈ ദൂത് ഏറ്റെടുത്തു. ഈ പകൽ നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഈ ദൂത് ഞാൻ പൊട്ടനെ പോലെ ആമേൻ പറഞ്ഞു സ്വീകരിക്കുക. ദൈവാത്മാവിനോട് പറയുന്നു, സ്റ്റെപ്പ് എടുത്തു വയ്ക്ക്, സ്റ്റെപ്പ് എടുത്തു വയ്ക്ക്, വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്തു വയ്ക്ക്. ഇന്നിന്റെ സാഹചര്യം നോക്കരുത്, ഇന്നിന്റെ അവസ്ഥ നോക്കരുത്, എല്ലാം ശൂന്യമാണോ? ഓ നോ നോ നോ, ഡോണ്ട് വറി. ഈ പകൽ ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുക, ദൈവം നിന്നെ ഉയർത്താൻ പോകുക, ദൈവം നിന്നെ മാനിക്കാൻ പോകുക. ഈ പകൽ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്തു വയ്ക്ക്. ദൈവത്തിന്റെ കരുതലുകൾ ശാരാബാര വൈഡമാന താരാബ ശരാബ അർത്ഥമാന റിഖാമന ബലഗടക റിഖാമന ദരഗടക. പ്രിയരെ, നമുക്ക് വിശ്വാസമുണ്ടോ? ഉണ്ട്. വിശ്വാസമുണ്ടോ? ഉണ്ട്. ഹൃദയത്തിൻ്റെ ഏതോ കോണിലൊക്കെ വിശ്വാസമുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹൃദയത്തിൻ്റെ ഏതോ കോണിലൊക്കെ വിശ്വാസമുണ്ട്. പക്ഷെ ആ വിശ്വാസത്തെ ഒന്ന് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയാറില്ല. ആ വിശ്വാസം ഒന്ന് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ കഴിയാറില്ല. ആ വിശ്വാസം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ടാണ് പല നന്മകളും നമ്മൾ കാണാത്തത്, പല കരുതലുകളും കാണാത്തത്. പ്രിയരെ, ഒന്ന് ശ്രദ്ധിച്ചേ. 25 വർഷം കാത്തിരുന്ന ഒരു മകൻ ജനിക്കുന്നേ. ആ മകൻ്റെ കൈ വളർന്നു, കാല് വളർന്നു. എമ്മു നോക്കി അബ്രഹാം ഇസഹാക്കിനെ വളർത്തിയത്. പക്ഷെ വചനം പറയുന്നു, ഇസഹാക്കിനെ യാഗമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ മടി കൂടാതെ അബ്രഹാം വീട്ടിൽ നിന്ന് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്തു വച്ചു. ഈ പകൽക്കാലം കേട്ടോ, വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്തു വച്ചു. മോറിയ ദേശത്ത് കയറി, മല കയറി മോറിയ ദേശത്തെത്തി. യാഗപീഠം പണിതു. യാഗപീഠം അവിടെ ഉണ്ടായിരുന്നില്ല, പുതുതായൊരു യാഗപീഠം പണിതു. യാഗവസ്തുവിനെ കിടത്തുന്നത് പോലെ മകന്റെ കൈകാലുകൾ കെട്ടി യാഗപീഠത്തിന്റെ മേൽ കിടത്തി. ഇന്ന് പകൽക്കാലം കേട്ടോ, ഒരപ്പന്റെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് കണ്ടോ, അവനൊരു ഉറപ്പുണ്ട്. ദൈവമാണ് എനിക്ക് വേണ്ടി ചലിക്കുമെങ്കിൽ എൻ്റെ തലമുറ തകരില്ലെന്നൊരു ഉറപ്പ്. പ്രിയരെ, യാഗപീഠത്തിന്റെ മേൽ യാഗവസ്തുവിനെ കിടത്തുന്നത് പോലെ ഇസഹാക്കിനെ കിടത്തി. കത്തിയെടുത്ത് കഴുത്തിന്റെ നേരെ ഓങ്ങിയപ്പോ ദൈവത്തിന്റെ കരുതലിന്റെ ശബ്ദം കേട്ടു. ഈ പകൽക്കാലം ആത്മാവിൽ തന്റെ ഇടമുണ്ടോ? ഹൃദയത്തിന്റെ കോണിൽ വിശ്വാസമുണ്ടോ എന്നല്ല, വിശ്വാസം പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്ന് ഓരോ സ്റ്റെപ്പ് എടുത്ത് ഈ പകൽക്കാലം വച്ചു കഴിഞ്ഞ് ഈ പകൽക്കാലം മോറിയാമല നിനക്ക് വേണ്ടി കരുതലിന്റെ മലയായി മാറ, നിനക്ക് വേണ്ടിയുള്ള കരുതലിന്റെ ഇടമായി മാറും. നിന്റെ തലമുറ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഉലകത്തിൽ ആരും ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത യാഗമർപ്പിക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന, ദൈവത്തിന്റെ മഹത്വമിറങ്ങുന്ന ഈ പകൽ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വയ്ക്ക. പ്രിയരെ, പഴയ നിയമത്തിനകത്ത് ആരുടെ യാഗത്തിന് വേണ്ടിയും ദൈവം കരുതിയിട്ടില്ല. പക്ഷെ ഒരു ഭക്തൻ ദൈവസന്നിധി വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെച്ച് മോറിയ ദേശത്തെത്തിയപ്പോ കരുതേണ്ട വ്യക്തിയെ, കരുതേണ്ട യാഗമൃഗത്തെ ദൈവം കരുതി. ഹലോ, ദൈവം കരുതി. അവൻ കൊണ്ടുപോയ തലമുറയെ തിരിച്ചു കൊണ്ടുവന്നു. അവൻ കൊണ്ടുപോയ നന്മയെ തിരിച്ചു കൊണ്ടുവന്നു. ദൈവത്തിന്റെ കരുതൽ യാഗപീഠത്തിന്റെ മച്ചു സ്വർഗം പ്രസാദിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്ത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് സാക്ഷ്യം ലഭിച്ച ഒരേ ഒരു വ്യക്തി അത് അബ്രഹാമാണെങ്കിൽ, ഈ പകൽക്കാലം പഴയ നിയമത്തിനകത്ത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് സാക്ഷ്യം ലഭിച്ചത് അബ്രഹാം ആണെങ്കിൽ, ഈ പകൽ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുക്ക്. നിന്നെ ദൈവം നിനക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന ഒരു മനുഷ്യൻ എടുത്തു വെച്ച് 2 വാക്ക് പറയുന്നത് പോലെയാണോ സാക്ഷാലുടയവൻ നിന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നേ? ഒരു ദൈവം നിന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നേ? ഇവൻ എൻ്റെ ദാസനാണെന്നും, ഇവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനാണെന്നും, ഇവൻ എൻ്റെ സ്നേഹിതനാണെന്നും
അബ്രഹാമിന് സാക്ഷ്യം ലഭിക്കാൻ കാരണം അവൻ വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്തു വെച്ചു. പ്രിയരെ, മോശ വളർന്നത് വിശ്വാസത്താൽ. ഈ പകൽ വളരണമോ? വിശ്വാസത്താൽ വളരണം. കിടമുറങ്ങിയ നടക്കില്ല. വിശ്വാസത്താൽ ചലിക്കണം. ചുമ്മാ ജീവിച്ച നടക്കില്ല, വിശ്വാസത്താൽ ജീവിക്കണം. വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ത്? എൻ്റെ പ്രസംഗ വിഷയം അതല്ല, എങ്കിലും ഞാൻ പോവാ. വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ത്? ആശിക്കും അവൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ. ഇന്ന് കണ്ടതിനെ അല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് കണ്ടതിനെ വിശ്വസിക്കരുത്. ഇന്ന് കണ്ടതിനെ വിശ്വസിക്കരുത്. ഡോക്ടർ പറഞ്ഞ റിപ്പോർട്ട് വിശ്വസിക്കരുത്. നീ കേട്ട ഫോൺ കോൾ വിശ്വസിക്കരുത്. നിന്റെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങൾ വിശ്വസിക്കരുത്. ഇന്ന് പകൽ വിശ്വസിക്കണം. നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവത്തെ വിശ്വസിക്കണം. പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ആ ദിവസം വരെ, അന്ത്യത്തോളം എന്നെ അവൻ കാപ്പാൻ ശക്തനാണ്. ആ ദൈവത്തെ നോക്കി വിശ്വാസത്തിന്റെ ഓരോ ചുവടും നീ വച്ചു കഴിഞ്ഞ് നീ പരാജയപ്പെടത്തില്ല. നീ വിജയിക്ക തന്നെ ചെയ്യൂ. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. ഹല്ലേലൂയ. മോശയുടെ ബാല്യം മുതൽ മോശ വിശ്വാസത്താൽ വളർന്നു വരികയാണ്. ഈ പകൽ എന്നെ കേൾക്കുന്നുണ്ടോ? മോശയുടെ ബാല്യമൊക്കെ നമുക്കറിയാം. കൊട്ടാരത്തിൻ്റെ അനുഗ്രഹത്തിനകത്താണെങ്കിലും അവൻ്റെ ജനനം വലിയ ശൂന്യതയായിരുന്നു. വലിയ ശൂന്യതയായിരുന്നു. അമ്മേ, വചനം പറയുന്നു, അമ്മേ, കൂടാരത്തിനകത്ത് ഏകദേശം മാസങ്ങൾ അവൻ്റെ മാതാവ് അവനെ ഒളിപ്പിച്ചു വച്ചു. മിസ്രൈമിലെ ആരും അവൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ പുറത്തു ശബ്ദം വരാത്ത രീതിയിൽ അവനെ ഒളിപ്പിച്ചു വച്ചു. വേദപഠിതാക്കളും ചരിത്രങ്ങളും ഒക്കെ പറയുന്നത്, ഒരുപക്ഷെ മിസ്രൈമിൻ്റെ മണ്ണിൽ അടിമവേല ചെയ്ത ഭവനത്തിനകത്ത് മോശ ജനിച്ചപ്പോൾ മോശക്കുഞ്ഞ് കരയുന്ന സമയത്ത് അവൻ്റെ മാതാവ് വായ് പൊത്തി പിടിച്ചിരിക്കണം. അതുകൊണ്ടായിരിക്കാം മോശയുടെ ശബ്ദം, നാവ് വിക്കുള്ളതായി മാറിയതെന്നൊക്കെ വേറൊരു അഭിപ്രായമുണ്ട്. എന്തായാലും ജീവിതത്തിൻ്റെ ഇന്നലകൾ ശൂന്യമാണ്. ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ പോലും, ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാത്ത ജീവിതത്തിൻ്റെ സാഹചര്യത്തിനകത്തുനിന്ന് ഒരു ഞാങ്ങണപ്പെട്ടിക്കകത്തൊതുക്കി നൈലിനകത്ത് തള്ളിവിടുമ്പോൾ ആമേൻ, മോശയുടെ അമ്മയ്ക്കൊരു പ്രതീക്ഷയില്ല, തൻ്റെ സഹോദരിക്കൊരു പ്രതീക്ഷയുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നൈലിനകത്ത് മുങ്ങിത്തകരും. ഇന്നല്ലെങ്കിൽ നാളെ നൈലിനകത്തുള്ള മത്സ്യങ്ങൾ ഭക്ഷിക്കുന്ന ഒരാഹാരമായി മോശക്കുഞ്ഞു മാറുമെന്ന് കരുതി വിദൂരതയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഈ പകൽക്കാലം ആരെയൊക്കെ നോക്കി ആത്മാവ് ദൂതുകൈ മാറുക. ജീവിതത്തിൻ്റെ ശൂന്യത കണ്ട്, ജീവിതത്തിൽ വന്ന പ്രതികൂലം കണ്ട്, ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് കണ്ട് എത്രയോ ദിനരാത്രങ്ങളിൽ ജനിപ്പിച്ച അപ്പനമ്മമാർ പോലും പ്രതീക്ഷകൾ അറ്റുപോയ സാഹചര്യങ്ങളുണ്ട്. പ്രതീക്ഷകൾ അവസാനിച്ച സാഹചര്യങ്ങളുണ്ട്. എത്രയോ പേർ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ടെന്നറിയാമോ? പാസ്റ്റേ, എൻ്റെ കൂടാരത്തിനകത്തുനിന്ന് പോലും ഒരു സപ്പോർട്ടില്ല. ജനിപ്പിച്ച അമ്മ പോലും തള്ളി പാർട്ടി നിറഞ്ഞ് അമ്മയെ ചേർത്തു നിർത്തിയവർ അമ്മ പോയി ചത്തുകളാ എന്ന് പറഞ്ഞ എത്രയോ ജീവിതത്തിൻ്റെ സാഹചര്യത്തിനകത്ത് നോക്കിയ പ്രിയരെ, ജനിപ്പിച്ച അമ്മ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. മോശക്കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്നറിയാൻ കഴിയാതെ വിദൂരതയിൽ നൈലിനകത്ത് വാഗ്ദത്തത്തിൻ്റെ മോശക്കുഞ്ഞ് ഒഴുകി നടക്കുമ്പോൾ ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാ, പെറ്റ തള്ളതൻ്റെ കുഞ്ഞിനെ മറക്കാത്തൊരു സ്വർഗത്തിൻ്റെ കരമുണ്ട് കേട്ടോ. ഇന്ന് പകൽക്കാലം ഉലകത്തിലെ എല്ലാ കണ്ണുകളും മയങ്ങ്, എല്ലാ കണ്ണുകളും ഉറങ്ങ്. പക്ഷെ 24/7 മയങ്ങാത്ത, ഉറങ്ങാതെ നിനക്ക് വേണ്ടി നിന്റെ കണ്ണുനീർ കാണുക, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വർഗീയ കണ്ണുണ്ട്. ഇന്ന് പകൽ ആ കണ്ണുള്ളത് കൊണ്ട് ഈ പകൽ നീ ഇന്ന് പകൽ ജീവനോടിരിക്കുമ്പോൾ, ആരും കരുവാതിരിക്കുമ്പോൾ, എല്ലാവരുടെയും പ്രതീക്ഷ അസ്തമിക്കുമ്പോൾ, ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ നിന്റെ ജീവിതമായി തീരുമ്പോൾ, വചനം പറയുന്നു, ദൈവം മോശയ്ക്ക് വേണ്ടി ഫറവോന്റെ കൊട്ടാരത്തെ കരുതിയെങ്കിൽ ഈ പകൽ നിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം അർഹതയില്ലാത്ത ദേശങ്ങളുടെ നന്മകള് ഈ പകൽ, ഇന്ന് പകൽ കരുതിയിട്ടുണ്ട്. ഈ പകൽ വിശ്വസിക്കാമോ? ഇവിടെ ശൂന്യമായിരുന്നായിരിക്കാം കരയുന്നേ. ഒരുപക്ഷെ മാറിയെടുക്കാൻ നല്ല വസ്ത്രം പോലും നിനക്ക് കാണില്ലായിരിക്കാം.
ചേർത്ത് പിടിക്കാൻ ഉലകത്തിൽ ആരും കാണില്ലായിരിക്കാം. ഇന്ന് പകൽക്കാല ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് മറുകരയുണ്ടോ എന്ന് പോലും സംശയിച്ച് ജീവിതത്തെ തള്ളി നീക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഈ പകൽ ദൈവത്തിനറിയാം കുഞ്ഞെ, നിന്നെ വളർത്തേണ്ട നന്മ എവിടെ നിന്ന് കൊണ്ടുവരണമെന്ന്. ദൈവത്തിനറിയാം കുഞ്ഞെ, നിന്നെ എവിടെ കൊണ്ടുപോയാ വളർത്തേണ്ടത്, ഏത് വ്യക്തിയുടെ കരത്തിലെ നന്മ കൊണ്ട് നിന്നെ വളർത്തേണ്ടതെന്ന് ദൈവത്തിനും നന്നായി അറിയാം. ഈ പകൽ അതുപോലൊരു ഫേവ് ഈ ഹോളിനകത്ത് വെളിപ്പെടുകയാണ് കേട്ടോ. ദൈവസഭയുടെ അതിരുകളെ വിശാലമാക്കുന്ന ദൈവത്തിന്റെ കര ഈ പകൽ ഇതിനകത്ത് ചലിക്കുകയാണ്. ആഴമായി ദൈവാത്മാവ് ചലിക്കുകയാണ്. ഈ പകൽ നിനക്ക് വേണ്ടിയുള്ളവല്ല എന്റെ ദൈവം കരുതിയിട്ടുണ്ട്. പ്രിയരെ, ഒന്ന് ചിന്തിച്ചേ. നൈലിനകത്ത് മോശ ഒഴുകുക. ഞാങ്ങണപ്പെട്ടിക്കകത്ത് മോശ ഒഴുകുമ്പോൾ എൻ്റെ ദൈവം മോശയ്ക്ക് വേണ്ടി കൊട്ടാരത്തെ കൊടുക്കുക. കൊട്ടാരത്തിലെ പ്രൊവിഷനുകളെ ദൈവം തുറന്നിടുക. ആരോടൊന്നറിയില്ല. നീ ദൈവസന്നിധി വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വയ്ക്ക്. കരുതാൻ ആരും കാണില്ല. ഇമ്മുള്ള കരങ്ങളെല്ലാം പിൻവലിക്കപ്പെടും. ചേർത്ത് പിടിച്ചവരെല്ലാം ഒറ്റപ്പെടുത്തും. ചേർത്ത് പിടിക്കാൻ ആരും കാണാത്ത രാത്രികൾ വെളിപ്പെടും. പക്ഷെ ദൈവം എന്നോട് പറയുക, ചില രാജ്യങ്ങളുടെ മന്മ നിന്നെ തേടി വരും, നിന്നെ തേടി വരും, നിന്നെ തേടി വരും. നിന്നെ കരം നീട്ടി ചില നന്മകൾ പിടിക്കും, ചില നന്മകൾ പിടിക്കും. അസാധാരണമായി നിന്നെ വളർത്താൻ, ഈ പട്ടണത്തിനകത്ത് ദൈവസഭയെ വളർത്താൻ, ഈ ദേശത്തിന്റെ നടുവിൽ ദൈവസഭയെ വളർത്താൻ ഈ പകൽ ദൈവത്തിന്റെ കരം ചിലവിനെ അധികാരപ്പെടുത്തും, അധികാരപ്പെടുത്തും, അധികാരപ്പെടുത്തും. ഈ പകൽക്കാലം മാനുഷികമായി ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രികൾ വരുമോ? കരയുമ്പോ മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടോ? എന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ വളർത്തും? എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ എമ്പ് കരുതും? അവന്റെ മാളെ എമ്പാകും. പ്രിയരെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിന്റെ തലമുറയെ തന്നത് ദൈവമാണെങ്കിൽ, നിനക്ക് കുടുംബജീവിതം തന്നത് ദൈവമാണെങ്കിൽ, എൻ്റെ ദൈവത്തിൻ്റെ കരം ഈ പകൽ എന്നോട് പറയാൻ പറയുന്നു, ദൈവത്തിനറിയാം നിന്റെ തലമുറയെ എങ്ങനെ വളർത്തണമെന്ന്. നിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് നിൽക്കുമ്പോൾ, നിന്റെ കണ്ണിൻ്റെ മുൻപിൽ എല്ലാം ശൂന്യമായി നിൽക്കുമ്പോൾ, കുഞ്ഞിൻ്റെ മരണമല്ലാതെ മുന്നിൽ വേറൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഈ പകൽ ദൈവാത്മാവ് പറയുക, വളർത്തേണ്ട ചിലതിനെ ഞാൻ നിന്റെ മുൻപിൽ അയക്കും. നിന്റെ തലമുറയെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ എൻ്റെ ദൈവം റൂട്ടുകൾ വെട്ടും. വളർത്തേണ്ട ചിലതിനെ ദൈവം അയക്കും. നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത ബന്ധങ്ങൾ നിന്റെ തലമുറയ്ക്ക് ദൈവം കൊടുക്കും. അസാധാരണമായ ദൈവം നിന്നെ വളർത്തും. അസാധാരണമായ ദൈവിക ഫേവർ ഈ പകൽ ദൈവം നിന്റെ കരത്തിൽ തരും. നിനക്ക് കൊടുക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസം അവര് ഞാൻ ചിലരെ കൊണ്ട് കൊടുപ്പിക്കും. ദൈവാത്മാവ് ചിലരെ ആത്മാവിൽ പിടിക്കുകയാണ് കേട്ടോ. ഈ പട്ടണത്തിനകത്ത് ജീവിതം അവസാനിച്ചു പോയ ചില തലമുറകളെ ദൈവം തൊടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഞാനൊരു ദൈവത്തെ പരിചയപ്പെടുത്താം. നിന്റെ ജീവിതത്തിനകത്ത് ഏകാന്തതകൾ വെളിപ്പെടുമ്പോൾ, എല്ലാ പ്രതീക്ഷയും അവസാനിക്കുമ്പോൾ, 100 ചോദ്യചിഹ്നം മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ, ജീവിതം തീർന്നു എന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ ഈ പകൽക്കാലം മനുഷ്യനിൽ ആശ്രയിക്കരുതേ. മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടാൻ പോകരുതേ.
മനുഷ്യൻ്റെ മുമ്പിൽ കണ്ണുകൊണ്ട് അവർ സഹായിക്കും, ഇവർ സഹായിക്കുമെന്ന് ചിന്തിക്കരുത്. ഈ പകലൊരു ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്താം. ആ ദൈവത്തെ മുറുകെ പിടിച്ച് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് നീ വച്ചാൽ, നീ നയിലിലൂടെ ഒഴുകുന്നൊരവസ്ഥയാണെങ്കിലും എൻ്റെ ദൈവം അവിടെ നിന്നെ തൂക്കും, അവിടെ നിന്നെ ലിഫ്റ്റ് ചെയ്യും. അർഹതയില്ലാത്തടുത്ത് ദൈവം നിന്നെ ഉറപ്പിക്കും. അർഹതയില്ലാത്ത മാന്യത ദൈവം തരും. അർഹതയില്ലാത്ത ബന്ധങ്ങൾ ദൈവം തരും. അർഹതയില്ലാത്ത വിശാലതകൾ ദൈവം തരും. അർഹതയില്ലാത്ത ഉയർച്ചകൾ ദൈവം തരും. അർഹതയില്ലാത്ത ദൈവിക പ്രൊവിഷനുകൾ. ഈ പകലൊരു ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറട്ടെ. ഹൃദയം തുറന്ന് ഞാൻ പ്രസംഗിക്കുക. ഇന്നലെ വരെ പിതാക്കന്മാരെ അടിമയാക്കി വെച്ചിരുന്നത് ഫറവോനും കൊട്ടാരവാ. ഫറവോന്റെ ഭണ്ഡാരത്തിലെ നന്മ കൊണ്ടാ ഇവർക്കെതിരെ പദ്ധതികൾ ഒരുക്കിയത്. മിസ്രയീമിലെ ദൈവജനത്തെ മുഴുവനും അടിമയാക്കി തീർത്തു കളഞ്ഞത്. ഈ പകൽ ആത്മാവിലൊരു ദൂത് കൈമാറാം. നിന്നെ തകർക്കാൻ ശ്രമിച്ച ശത്രുവിന്റെ നന്മ കൊണ്ട്, നിന്നെ ഒതുക്കാൻ ശ്രമിച്ച ശത്രുവിന്റെ നന്മ കൊണ്ട് ഈ പകൽ ദൈവം പറയുക, നിന്റെ തലമുറയെ വളർത്താൻ പോകുക, നിന്റെ തലമുറയെ വളർത്താൻ പോകുക, നിന്റെ ശുശ്രൂഷയെ വളർത്താൻ പോകുക. ഏത് മണ്ണാണോ നിന്റെ പിതാക്കന്മാർ ഒതുക്കിയത്, അതേ മണ്ണിലെ മണ്ണ് പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഏത് പണ്ണാണ് എല്ലാം നശിപ്പിച്ചെന്ന് നീ പറയുമേ, എവിടെ വച്ചാണ് എല്ലാം തീർന്നെന്ന് പറയുമേ, ഏത് പട്ടണത്തിൽ വച്ചാണ് നീ തീർന്നത്, ആത്മാവിൽ ദൂത് പിടിക്കാമോ? എവിടെ വച്ചാണോ നീ തകർന്നത്, എവിടെ വച്ചാണോ നീ തീർന്നെന്ന് പറഞ്ഞത്, എവിടെ വച്ചാണോ നീ എല്ലാം ശൂന്യമായെന്ന് നീ പറയുമേ, അതേ മണ്ണിലെ മണ്ണ്, അതേ വേഷത്തിലെ മണ്ണ്, അതേ ശത്രുവിന്റെ മണ്ണ് കൊണ്ട് ദൈവം നിന്നെ വളർത്തും, നിന്റെ തലമുറയെ വളർത്തും, നിന്റെ തലമുറയെ ഉയർത്തും. അധികാരത്തും പ്രാപിക്കുക. ഈ പകൽ പ്രാപിക്കാൻ കഴിയും. ഭയമോടരുത്. ഈ പകൽ ദൈവാത്മാവ് പ്രവചിക്കുക. ഏത് വേഷത്തും ഈ പകർന്നു, അതേ വേഷത്തു നീ മാനിക്കപ്പെടും. ഞാൻ ആത്മാവിലൊരു ദൂത് പ്രവചിക്കാം. ദൈവം നിന്നെ വളർത്താൻ തുടങ്ങിയ ചിലരുടെ വായ ദൈവം അടയ്ക്കും, ചിലരുടെ വായ ദൈവം അടയ്ക്കും. ഈ പകലൊന്നും ചിന്തിച്ചേ. ഫറവോന്റെ പുത്രി മോശയെ കാണുക, ദാസിമാരെ വിട്ട് മോശയെ എടുക്കുക. അതിസുന്ദരൻ എന്ന് കണ്ടപ്പോൾ മോശയുമായി ഫറവോന്റെ പുത്രി കൊട്ടാരത്തിലേക്ക് പോവുക. കൊട്ടാരത്തിൽ പോയാൽ ഒറ്റ നോട്ടത്തിൽ മോശയെ കണ്ടാൽ അറിയാം, ഇവൻ എബ്രായനാണ്, ഇവൻ ദൈവ പൈതലാണ്, ഇവൻ ദൈവ പൈതലാണ്, ഇവൻ എബ്രായനാണ്. പക്ഷെ കണ്ടോ, ഫറവോന്റെ പുത്രിയുടെ കൂടെ ഇവൻ വളരുന്നത് കണ്ടിട്ടും, ഹലോ ആമേ, മിസ്രൈമിലുള്ള സകല ആമേ യഹൂദ കുഞ്ഞുങ്ങളെയും കൊന്നുകളയണമെന്ന് ഉത്തരവിട്ട ഫറവോന്റെ വായി ദൈവം അടപ്പിച്ച് എമ്പുകൊണ്ട് കൊട്ടാരത്തിലുള്ളവനെ കൊന്നുകളയാ. ഫറവോന് വായ് ചലയ്ക്കാൻ കഴിഞ്ഞില്ല. അതേ ഫറവോന്റെ അടുക്കൽ ദൈവം മോശയെ വളർത്തി. ഈ പകൽ ആത്മാവിൽ ദൂത് കൈമാറാം. പിതാക്കന്മാർ തകർന്നുപോയ, പലരെയും മുടിച്ച, പലയും തീർത്തു കളഞ്ഞ ഇരുട്ടിന്റെ പദ്ധതികളെ ആത്മാവിൽ ക്ഷയിച്ച്
ഓട്ടിക്കുമെന്ന് വെല്ലുവിളിച്ച അതേ ശത്രുവിന്റെ മുൻപിൽ നീ ജയാളിയായി വളരും. നീ ജയാളിയായി വളരും. അഭിഷേകത്തോടെ വളരും. ദൈവകൃപയോടെ വളരും. വിശ്വാസത്താൽ വളരും. Oh, what a mighty God. നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ ശക്തി പകൽ തിരിച്ചറിഞ്ഞോണം. ദൈവത്തിന്റെ വലിപ്പം ഈ പകൽ തിരിച്ചറിഞ്ഞോണം. പ്രിയരേ, ഫറവോൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മോശ ഫറവോന്റെ പുത്രിയോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇതേ ഫറവോനാ പറഞ്ഞേ, സകല എബ്രായ കുഞ്ഞുങ്ങളെയും നൈലില് എറിഞ്ഞു കൊല്ലണം, ഇല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് ഉദരത്തിൽ വെച്ച് തീർത്തു കളയണം. ഈ രണ്ട് പദ്ധതി ഒരുക്കിയവൻ, അവന്റെ കണ്ണിന്റെ മുൻപിൽ ദൈവം ഒരുവനെ വളർത്തുക. ഈ പകൽ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. വാക്തത്വമുണ്ടോ? നിന്നെ മറച്ചു പിടിച്ചല്ല ദൈവം വളർത്തുന്നേ, ശത്രുവിന്റെ മുൻപിൽ വളർത്തും. ശത്രുവിന്റെ മുൻപിൽ വളർത്തും. പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടില്ലേ, കർത്താവേ ഈ ശത്രുവിൽ നിന്നൊരു ജയം തരണം, ഈ പ്രശ്നത്തിൽ നിന്നൊരു പരിഹാരം തരണം, ഈ വ്യക്തികളിൽ നിന്ന് എനിക്കൊരു മാറ്റം തരണം. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചില്ലേ, ഒത്തിരി ഉപവസിച്ചില്ലേ, എന്നിട്ടും ഈ പകൽ ശത്രു മാറിയില്ലല്ലോ. ശത്രു അവിടെ തന്നെ നിൽക്കുകയല്ലേ. ഇന്ന് പകൽ കേട്ടോ, ശത്രു അതേപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനും അതിൻ്റെ പിന്നിലൊരു കരമുണ്ട്. ശത്രുവിനെ മാറ്റിയിട്ട് നിന്നെ മാനിക്കാനല്ല, ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കി മാനിക്ക. ശത്രുവിന്റെ കണ്ണിന്റെ മുൻപിൽ നിന്നെ വളർത്ത. ആര് തീർക്കുമെന്ന് പറഞ്ഞു? അതില്ലായ്മപ്പെട്ടുമെന്ന് പറഞ്ഞു. നിന്റെ ഭാവി അവസാനിച്ചു എന്ന് പറഞ്ഞു. അവരുടെ കണ്ണിന്റെ മുൻപിൽ നീ വളരുന്നത്. പ്രിയരേ, മോശ അതേ ഫറവോന്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുക. അതേ ഫറവോന്റെ മുമ്പിൽ മോശ വളരുക. അതേ ഫറവോന്റെ മുമ്പിൽ മോശ ജയാളിയെ പോലെ എഴുന്നേറ്റ് നിൽക്കുക. ഈ പകൽ ദൈവാത്മാവ് ദൂത് കൈമാറുക. ശത്രു മാറില്ല. ഉപവസിക്കണ്ട, പ്രാർത്ഥിക്കണ്ട. പക്ഷെ അതിൻ്റെ മുൻപിൽ നിനക്കൊരു മേശയുണ്ട്, അതിൻ്റെ മുൻപിൽ നിനക്കൊരു വിരുന്നുണ്ട്, അതിൻ്റെ മുൻപിൽ നിനക്കൊരു വളർച്ചയുണ്ട്, ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഉയർച്ചയുണ്ട്. അർഹതയില്ലാത്ത മാന്യത പിന്നെ തേടി. അവിടെ കൊണ്ട് തീരുന്നില്ല. ആത്മാവിൽ പിടിക്കാൻ കഴിയുമെങ്കിൽ ആ വാക്യം ഒന്ന് ഒരുമിച്ച് പറയാമോ? ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ല് കടിച്ച് ദുഷ്ടന്റെ ആശ അതോടെ വശിക്കും. എവിടെ വളരും? ദുഷ്ടന്റെ കൂടാരത്തിനകത്ത്, ഓട്ടിക്കുമെന്ന് പറഞ്ഞ ദേശത്തിനകത്ത്, തീർത്തുകളയുമെന്ന് പറഞ്ഞ പട്ടണത്തിനകത്ത്. ഈ പകൽ ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുക, നമ്മുടെ ദൈവസഭ തിരുവനന്തപുരം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് വളരാം. ആയിരക്കണക്കിന് ബ്രാഞ്ചുകൾ വന്നാലും തിരുവനന്തപുരം പട്ടണത്തിലൊരു കൊയ്ത്തുണ്ട്. അഭിഷിക്തന്മാരെ ഈ പകൽ പിടിക്കും. പ്രിയരെ, കഴിഞ്ഞ കോവിഡിന് ശേഷം ലൈവാണ്, ലിറ്ററലി ഞാൻ പറയാ, നമ്മുടെ ആദ്യത്തെ സർവീസ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചു, എത്രയോ പ്രാവശ്യം പദ്ധതി കിട്ടും. എന്തിനേറെ വേറെ നല്ല വീടുകൾ പോലെ ഞങ്ങൾ പോയി നോക്കി. എന്തിന്? ആ ദേശത്തു നിന്ന് മാറാൻ.
ആ ദേശത്തുനിന്ന് മാറി വേറൊരിടത്ത് ഉറയ്ക്കാൻ, കുറച്ചും കൂടെ ടൗണിലേക്ക് വരാൻ ഞങ്ങൾ ഒത്തിരി പരിശ്രമിച്ചു. സ്റ്റെപ്പ് എടുത്ത് എന്തിനേറെ വീടിൻ്റെ താക്കോല് വാങ്ങി വീടിനകത്ത് പോലും കയറി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പക്ഷെ അപ്പോഴെല്ലാം ഞങ്ങളുടെ പദ്ധതികളെല്ലാം പൊളിയും. സ്റ്റിൽ നൗ ഞങ്ങളുടെ പദ്ധതികളെല്ലാം പൊളിയും. എല്ലാ വഴിയുണ്ട്, എല്ലാ സാധ്യതകളുണ്ട്, പക്ഷെ മാറാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് പലപ്പോഴും ഇടപെട്ടിട്ടുണ്ട്. ശാരാധലഘടക, നീ കരഞ്ഞ മണ്ണതല്ലേ, നീ തകർന്ന മണ്ണതല്ലേ, നിന്നെ ഒതുക്കുമെന്ന് പറഞ്ഞത് അവിടെയല്ലേ, നിന്റെ സഭയെ മുടിക്കുമെന്ന് പറഞ്ഞത് അവിടെയല്ലേ, സഭ തീർന്നെന്ന് പറഞ്ഞത് അവിടെയല്ലേ, ശുശ്രൂഷ തീർന്നെന്ന് പറഞ്ഞത് അവിടെയല്ലേ, കരഞ്ഞത് അവിടെയല്ലേ. അവിടെയല്ലേ നിനക്ക് മാന്യത, അവിടെയല്ലേ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുമവ. ഈ പകൽ ആ സ്തുതി ചെലവിന്റെ ശിരസിന്റെ മേൽ ഈ ഹോള് മുഴുവനും ദൈവിക പ്രസൻസ് കൊണ്ട് തുറയും, ദൈവിക സാന്നിധ്യം കൊണ്ട് മറയും. വേഗത്തിൽ ചില ദൈവ പ്രവർത്തികൾ പിടിക്കാൻ കഴിയുമെങ്കിൽ ഈ പകൽ പിടിച്ചോ. ഈ സന്ദേശം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പകൽ ആത്മാവിൽ സ്വീകരിക്ക. നീ എവിടെ കരഞ്ഞോ, എവിടെ തകർന്നോ, എവിടെ ഉടയപ്പെട്ടോ, അവിടെ ദൈവം മാനിക്കും. കാരണം അവൻ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. ഇന്ന് പകൽ സകലരെയും തകർക്കാൻ നോക്കിയ അതേ കൊട്ടാരത്തിൽ മോശ വളരുന്നു. എനക്കെതിരെ ആരെങ്കിലും നിന്നാ ചിന്തിച്ചോ, അവരെ ദൈവം തിരിക്കും. അവര് പോലും അറിയാതെ അവിടെ നിന്ന് കാക്ക വരും. ഏലി അവനോട് പറഞ്ഞു, എഴുന്നേക്ക്, ഓടിക്കോ. ആഹാബിന്റെ കൊട്ടാരത്തിന് പുറകിൽ ഒരു കിരീട്ടുണ്ട്, അവിടെ പോയിരുന്നോ. കാക്കയുടെ വരവ് ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. വചനം പറയുന്നു, ഏലിയാവിന് കാക്ക ആഹാരം കൊണ്ടുവന്നത് ആഹാബിന്റെ കൊട്ടാരത്തിൽ. ആര് തകർക്കുമെന്ന് പറഞ്ഞു? ആഹാബ് തകർക്കുമെന്ന് പറഞ്ഞു. ആഹാബ് തകർക്കുമെന്ന് പറഞ്ഞ ആഹാബിന്റെ കൊട്ടാരത്തുനിന്ന് ദൈവം കാക്കയെ അയച്ച് ആഹാരം കൊടുത്തു. ഈ പകലാത്മാവിൽ പ്രവചിക്കാം. ഏതു വ്യക്തി തകർക്കുമെന്ന് പറഞ്ഞോ, ഏതു പട്ടണത്തിൽ തകരുമെന്ന് പറഞ്ഞോ, എവിടെ നീ നിന്ദിക്കപ്പെടുമെന്ന് പറഞ്ഞോ, അവിടെ അർഹതയില്ലാത്ത ചിലത് കാക്കകളെ അയച്ച് നിന്നെ തരും. അർഹതയില്ലാത്ത നന്മകൾ നീ പ്രാപിക്കും. ചിലരുടെയൊക്കെ തലയിൽ കൈവയ്ക്കണമെന്നുണ്ട്. ദൈവാത്മാവിനോട് പറയുന്നു, അർഹതയില്ലാത്തത് ഭാവിക്കാൻ അവൻ ഒരുങ്ങിക്കും. അർഹതയുള്ളതല്ല, യോഗ്യതയുള്ളതല്ല, പഠിത്തത്തിന്റെ യോഗ്യതയല്ല, സൗന്ദര്യത്തിന്റെ യോഗ്യതയല്ല, പ്രസംഗത്തിന്റെ യോഗ്യതയല്ല. ഈ പകൽ അർഹതയില്ലാത്തത് നിന്നെ തേടി വരും. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അർഹതയില്ലാത്തത് വരും. ആ പദമൊന്ന് പറഞ്ഞ്, അർഹതയില്ലാത്ത ചിലത് വരും. പ്രിയരേ, വചനം പറയുന്നു, മോശ കൊട്ടാരത്തിൽ വളർന്നു. എങ്ങനെ വളർന്നു? ഫറവോന്റെ മകളുടെ പുത്രൻ
പുത്രൻ എന്ന നിലയ്ക്ക് വളർന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഫറവോനെ പോലെ മോശ വളർന്നു. എങ്ങനെ വളർന്നു? ഫറവോനെ പോലെ വളർന്നു. അവനെ വളർത്താൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? അമ്മ പ്രതീക്ഷയറ്റവനാണ്, സഹോദരി മാറിയിരുന്ന് പ്രതീക്ഷയറ്റ് കരഞ്ഞവനാണ്. പക്ഷെ എൻ്റെ ദൈവത്തിന് ഒരുവനെ വേണമെങ്കിലേ എൻ്റെ ദൈവം അളവില്ലാതെ വളർത്തും. ഒരുവനെ ദൈവത്തിന് വേണമെങ്കിലേ അർഹതയില്ലാതെ ദൈവം മാനിക്കും. വചനം വ്യക്തമായി പറയുന്നു പ്രിയരെ, മോശ സകല നന്മകളും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ലഭിക്കാവുന്ന എല്ലാ നന്മകളും മോശയ്ക്കുണ്ട്. നമ്മുടെയൊക്കെ പലരുടെയും പ്രാർത്ഥന വിഷയ ഒരു നല്ല കാർ, നല്ല വീട്, നല്ല സ്കൂളിൽ അഡ്മിഷൻ, ഹലോ, നല്ല വസ്ത്രം, ഹല്ലേലൂയ, ആമേ, നല്ല ബ്രാൻഡഡ് ഡ്രസ്സ്, ഇതെല്ലാം മോശയ്ക്കുണ്ട്, എല്ലാം ഉണ്ട്. മോശയെ ദൈവം മാനിച്ചു. നമ്മുടെ മലയാളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ദൈവം നമ്മളെ മാനിച്ചു. പെന്തക്കോസ്തുകാരുടെ സ്ലാങ്ങിൽ പറഞ്ഞു ദൈവം അങ്ങ് മാനിച്ചു, ഉയർത്തി. പക്ഷെ പ്രിയരെ, മോശയുടെ ജീവിതത്തിനകത്ത് ലോകപരമായി എല്ലാം ഉണ്ടായപ്പോഴും അവനിൽ എന്തൊക്കെ ഒരു ശൂന്യതയുണ്ട്. അവനിൽ എന്തൊക്കെ ഒരു ശൂന്യതയുണ്ട്. ഹല്ലേലൂയ. പ്രിയരെ, ഈ ലോകത്തിന് നന്മകൾ കൊണ്ട് നമ്മളെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. നമ്മൾ ചിന്തിക്കും ആ നന്മകളൊക്കെ ലഭിച്ചാൽ നമ്മൾ തൃപ്തിപ്പെടുമെന്ന്. ഇല്ല പ്രിയരെ, തൃപ്തിപ്പെടത്തില്ല. പക്ഷെ നമ്മെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതാണ് ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ സകലതും മോശയ്ക്കുണ്ടായിട്ടും സംതിങ് ലാക്കിംഗ് ഇൻ ഹിസ് ലൈഫ്, എന്തോ ചില ശൂന്യതകൾ അവൻ്റെ ജീവിതത്തിനകത്ത് അവൻ അനുഭവിക്കുന്നുണ്ട്. അവൻ്റെ ശൂന്യത എന്തെന്ന് ദൈവം തിരിച്ചറിഞ്ഞിട്ട് വചനം പറയുന്നു, കൊട്ടാരത്തിലെ 40 വർഷത്തെ യാത്ര അവസാനിപ്പിച്ചിട്ട് അവിടെ നിൽക്കാൻ കഴിയാത്ത പ്രതികൂലത്തെ മിസ്രൈമിൽ കൊണ്ടിട്ടിട്ട് അവനെ ദൈവം അടർത്തി മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. എൻ്റെ പൊന്നെ, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർത്തൃദാസനെ നൈലിൽ നിന്നാ കയറി കൊട്ടാരത്തി ഇരുന്നേ, അവിടെ നിന്നും കർത്താവ് തട്ടി മരുഭൂമിയിലിട്ട നമ്മുടെ അവസ്ഥ എന്താകും? പ്രിയരെ, കൊട്ടാരത്തിലിരുന്ന മോശ 40 വർഷം കൊട്ടാരവാസം കഴിയുമ്പോൾ ദൈവം അവനെ ഡയറക്റ്റായി മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ, ജീവിതത്തിനകത്ത് എല്ലാ നന്മകളും ഉണ്ടായിരുന്നു, എല്ലാ അനുഗ്രഹമെന്ന് പറയത്തക്ക രീതിയിൽ എല്ലാം ഉണ്ടായിരുന്നു. ഇന്നലകളുടെ ജീവിതത്തിനകത്തൊന്നിനും കുറവില്ലാതെ ജീവിച്ചിരുന്നതാണ് ഞങ്ങൾ. പക്ഷേ ഇന്ന് ഞങ്ങളുടെ ജീവിതം മരുഭൂമിയാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഒറ്റപ്പെട്ടുപോയി എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പ്രിയരെ, കൊട്ടാരത്തിൻ്റെ അവസ്ഥയിൽ കൂടെ ഇരുന്ന ദൈവം പിന്നെ മരുഭൂമിയിലും തള്ളിക്കളയില്ല കേട്ടോ. ഒറ്റപ്പെട്ടു എന്ന് തോന്നിയാലും, തീർന്നു എന്ന് തോന്നിയാലും, കരുതാൻ ആരുമില്ലേലും, നിന്റെ ശബ്ദം കേൾക്കാൻ ആരുമില്ലേലും, മൃഗങ്ങളുടെ കൂടെയാണ് വാസമെങ്കിലും ഈ പകൽ മോശയെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഈ പകൽക്കാലം മരുഭൂമി അനുഭവിക്കുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്? എത്ര അധ്വാനിച്ചിട്ടും, എത്ര പ്രയാസപ്പെട്ടിട്ടും, എത്ര കരകയറാൻ ശ്രമിച്ചിട്ടും ഒരു നല്ല വഴി കാണാൻ കഴിയാതെ ജീവിതത്തിൻ്റെ മുൻപിൽ ശൂന്യതകൾ മാത്രം അനുഭവിച്ചു നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഈ മരുഭൂമിയിൽ നീ ഒറ്റക്കല്ല എന്നതാണ് ദൈവം ഈ പകൽക്കാലം നിനക്ക് തരുന്നൊരു ദൂത്. ഹല്ലേലൂയ. കൊട്ടാരത്തിൽ മാത്രമല്ല, മരുഭൂമിയിലും കൂടെ ഇരിക്കുന്നവനാണ് ദൈവം. സങ്കീർത്തനക്കാരൻ പറയുന്നു, മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടെ നടന്നാലും അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു.
സങ്കീർത്തനം 34 വചനം പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും അവൻ്റെ സ്തുതി എപ്പോഴും. അപ്പോൾ അതൊന്ന് പറയാം, അവൻ്റെ സ്തുതി എപ്പോഴും. സുഖമുള്ളപ്പോൾ മാത്രമല്ല, കൊട്ടാരമുള്ളപ്പോൾ മാത്രമല്ല, മരുഭൂമിയിലും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ കാണും. കഷ്ടതയിലും അവനെ ഞാൻ സ്തുതിക്കും. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ ആരാധിക്കും. കഷ്ടതയിൽ ഞാൻ ദൈവത്തെ പാടും എന്നുറപ്പുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചു. പ്രിയരെ, വചനം പറയുന്നു, കൊട്ടാരത്തുനിന്ന് മോശയെ മരുഭൂമിക്കകത്ത് കൊണ്ടിട്ടു. ഒറ്റയ്ക്കല്ല കേട്ടോ. സങ്കീർത്തനം 136 സങ്കീർത്തനമാണെന്ന് തോന്നുന്നു. അതിനകത്തൊരു ഫ്രൈസ് ഇങ്ങനെ പറയുന്നുണ്ട്, മരുഭൂമിയിലൂടെ എന്നെ നടത്തിയവന് അവൻ്റെ ദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി വന്നതല്ല ഈ മരുഭൂമി, അത് ദൈവം നടത്തിക്കൊണ്ടുവന്നതാ. കൊട്ടാരത്തുനിന്ന് ഇറക്കി നിന്നെ ഈ വഴി കൊണ്ടുവന്നതാ. ജീവിതത്തിൻ്റെ മുൻപിൽ വന്ന പ്രതിസന്ധിയിലെ ദൈവം നിന്നെ ഒറ്റയ്ക്ക് വിട്ടതല്ല കുഞ്ഞ്, ഈ മരുഭൂമിയിലൂടെ ദൈവം നിന്നെ നടത്തിക്കൊണ്ടുവന്നതാ. ഈ പകൽക്കാലം മരുഭൂമിക്കകത്ത് ഒറ്റപ്പെട്ട് കരയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഈ പകൽക്കാലം ഈ മരുഭൂമി തകർക്കുന്ന ഇടമല്ല, ഇത് നിന്നെ പണിയുന്ന ഇടമാണ്. ഈ മരുഭൂമി നിന്നെ തകർക്കാൻ വേണ്ടിയുള്ളവല്ല, നിന്നെ പണിയുന്ന ഇടമാണ്. വിശ്വസിക്കാമെങ്കിൽ ഈ പകൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങണം. നമുക്കെപ്പോഴും ഇഷ്ടം ഉയരങ്ങളിൽ പറക്കാനാ. ഉയരങ്ങളിൽ പ്രിയരെ, എത്ര ഉയര പറന്ന പ്ലെയിൻ ആണെങ്കിലും ഹെലികോപ്റ്റർ ആണെങ്കിലും ഇന്ധനം അടിക്കാൻ എന്ത് ചെയ്യണം? ഇന്ധനം അടിക്കാൻ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യാൻ എന്ത് വേണം? താഴെ തന്നെ വേണം. താഴെ വന്നേ പറ്റൂ. എത്ര ഉയർന്നു പറന്നാലും താഴെ വന്നാലേ അടുത്ത് പറക്കാൻ പറ്റൂ. ചില ഉയർച്ചയിൽ നിന്ന് ദൈവം താഴത്തോട്ട് ഇടുമവേ തകർക്കാനല്ല. ആമേൻ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ചിലത് ആത്മാവിൽ പുതുക്കി വീണ്ടും ചിറകടിച്ചു പറമുയരോ. എന്റെ ദൈവം ചില മരുവും അസാധാരണമായി ചിലവിനെ ദൈവം തൊടുകയാ. ഈ മരുഭൂമി തകർക്കാനല്ല കുഞ്ഞേ, ഉയരങ്ങളിൽ പറക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ, മരുഭൂമി തകരില്ല. ഈ മരുഭൂമി തകർക്കാനുള്ള ഇടമല്ല, ഈ മരുഭൂമി നിന്നെ പുതുക്കാനുള്ള ഇടമാണ്. ഈ പകലാത്മാവിൽ സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ കഷ്ടത നിന്നെ തകർക്കാനുള്ള ഇടമല്ല. ഓ ഈ നിന്നം നിന്നെ തകർക്കാനല്ല, ഈ ഒറ്റപ്പെടൽ നിന്നെ തകർക്കാനല്ല. നിന്റെ ചിറകുകൾ ഓരോന്നായി, നിന്റെ ചിറകിലെ തൂവലുകൾ ഓരോന്നായി ആമേൻ അടർത്തിയെടുത്ത് നിന്നെ മരുഭൂമിയുടെ അവസ്ഥയിൽ കൊണ്ടിരുത്തിയത് തകർക്കാനല്ല, നിന്നെ ഒന്ന് പുതുക്കാനാ ദൈവിക പദ്ധതിയിലേക്ക്. പ്രതീക്ഷയറ്റവർ എന്നെ കേൾക്കുന്നുണ്ടോ? ഈ മരുഭൂമി യാഥാർത്ഥികമല്ല കുഞ്ഞേ, അപ്രതീക്ഷിതമായി വന്നതല്ല കുഞ്ഞേ. നീ ജനിക്കുന്നതിന് മുമ്പ് അനാദിയിൽ ദൈവമിട്ട പദ്ധതിയാ. ഇന്ന് പകൽ ഈ മരുഭൂമിയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ. ചിലപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു, കർത്താവേ ഇടയ്ക്കിടയ്ക്കൊക്കെ മരുഭൂമി. ആമേ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കണ മൊത്തം മരുഭൂമി മാറാനാ. ഹല്ലേലൂയ. ഇത് ഏറ്റവും വലിയ തിയോളജിക്കലി മണ്ടത്തരമാ. മരുഭൂമി മാറില്ല കുഞ്ഞേ, മരുഭൂമി മാറാൻ പ്രാർത്ഥിക്കരുത്. പൗലോസ് കഷ്ടത മാറാൻ പ്രാർത്ഥിച്ചില്ല. അവൻ പറഞ്ഞു, ഞാൻ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. അവൻ 14 ലേഖനങ്ങളിൽ പ്രശംസിച്ചില്ല,
3 മിഷണറി യാത്രയിൽ പ്രശംസിച്ചില്ല. ഒട്ടനവധി സഭകൾ സ്ഥാപിച്ചതിൽ പ്രശംസിച്ചില്ല. തിമത്യോസിനെയും തീത്തോസിനെയൊക്കെ പോലെയുള്ള ശിഷ്യന്മാരിൽ പ്രശംസിച്ചില്ല. എന്നിട്ട് പറയുക, ഇതിലൊന്നും ഞാൻ പ്രശംസിക്കുകയില്ല, ഇതിലൊന്നും ഞാൻ പ്രശംസിച്ചിട്ടില്ല. നമ്മളൊക്കെ മൂക്കത്ത് വിരൽ വച്ചു പോകും. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ട് പൗലൂസ് അതിലൊന്നും പ്രശംസിച്ചില്ല. പൗലൂസ് പറയുക, ഞാൻ കഷ്ടങ്ങളിൽ, നമ്മുടെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരുഭൂമികളിൽ ഞാൻ പ്രശംസിക്കുക. കാരണം ഈ മരുഭൂമികളാണ് എന്നെ 14 ലേഖനം എഴുതാൻ ശക്തിപ്പെടുത്തിയത്. ഈ മരുഭൂമികളാണ് 3 മിഷണറി യാത്ര ചെയ്യാൻ ഊർജം പകർന്നത്. ഈ മരുഭൂമിയാണ് എനിക്കൊട്ടനവധി സഭകൾ സ്ഥാപിക്കാൻ ഇടവരുത്തിയത്. ഈ മരുഭൂമിയിൽ നിന്ന് പ്രാപിച്ചതാണ് ഡമസ്കോസിൽ കാലെടുത്തു വെച്ചപ്പോ അർത്തമിസിന്റെ ശക്തി ഇളകി മാറാനിടയായത്. ഇപ്പോഴത്തെ ദൈവദാസന്മാരുടെ കൂടെ ചേർന്ന് മണ്ടത്തരം പറയരുത്. മരുഭൂമി മാറില്ല, അവിടെ മരുഭൂമിയിലൂടെ നടത്തുന്നവൻ. ചില മരുഭൂമികളാ നിന്നെ ചരിത്രമാക്കുന്നേ. നമ്മൾ പാടി ആരാധിച്ച പല പാട്ടുകളും, പ്രസംഗം കേട്ട പല പ്രസംഗങ്ങളും, പല ദൈവദാസന്മാരുടെ നാവിലൂടെ പുറത്തു വന്നത് അവരുടെ ജീവിതത്തിന്റെ മരുഭൂമികളിൽ നിന്ന് ദൈവം അവർക്ക് കൈമാറിയവ. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ചില അഭിഷിക്തന്മാരൊക്കെ ശുശ്രൂഷയോ ഒക്കെ ചേർന്ന് നിൽക്കുമ്പോൾ പറയാറുണ്ട്, ജീവിതമെല്ലാം തകർന്ന് ശൂന്യമായി നിൽക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇതാ സമയം എഴുതിക്കോ, ഇതാ സമയം എഴുതിക്കോ, ഇതാ സമയം ഇരുന്ന് പ്രാപിച്ചോ. അപ്പോൾ എഴുതുന്ന പാട്ടിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കും. അപ്പോൾ വെളിപ്പെടുന്ന അന്യഭാഷയ്ക്കകത്ത് അധികാരം ചലിക്കും. അപ്പോൾ വെളിപ്പെടുന്ന പ്രസംഗത്തിന്റെ താളുകൾക്ക് ആയിരങ്ങളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ ശക്തിയുണ്ട്. ഞാനൊരു ദൈവ മനുഷ്യന്റെ അനുഭവം, കഴിഞ്ഞ വർഷം നമ്മുടെ ക്യാമ്പിൽ ശുശ്രൂഷിക്കാൻ വന്നൊരു ദൈവ മനുഷ്യനാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദൈവ മനുഷ്യൻ സാം ജോസഫ് കുമരകം. തൻ്റെ ഒരു ശക്തമേറിയ ഒരു പ്രസംഗമുണ്ട്. ഗതസമന, ഗബദ, ഗോൽഗോത്ത, മൂന്ന് സ്ഥലങ്ങളാണ്. ഗതസമന, ഗബദ, ഗോൽഗോത്ത. ആ ദൈവദാസനോട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ജീവിതത്തിൻ്റെ മരുഭൂമിക്കകത്തിരുന്ന് പ്രാപിച്ചതാ. വർഷങ്ങൾക്ക് മുമ്പൊക്കെ 3 ദിവസത്തെ കൺവെൻഷനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഈ 3 ദിവസം ഈ പ്രസംഗം. ഒരു ദിവസം ഗതസമന, 2-ാമത്തെ ദിവസം ഗബദ, 3-ാമത്തെ ദിവസം ഗോൽഗോത്ത. ഈ പ്രസംഗം പ്രസംഗിച്ചു കഴിയുമ്പോൾ, യൂത്ത് ക്യാമ്പുകളിൽ ഈ പ്രസംഗം പ്രസംഗിച്ചു കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അനേക തലമുറകൾ കരഞ്ഞുകൊണ്ട് സ്റ്റേജിലേക്ക് ഓടി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 100 അല്ല 180ഓളം തലമുറകൾ ഒറ്റ സെക്ഷനിൽ അഭിഷേകത്താൽ നിറയുന്നത്. ഇന്ന് പകൽക്കാല നമ്മളൊക്കെ പാടി സ്തുതിക്കാറുണ്ട്, അവനാർക്കും കടക്കാരനല്ല, വെറും 2 വരി. ആ പാട്ടെല്ലാം തുരിച്ചിരിഞ്ഞു വന്നത് ജീവിതത്തിന്റെ മരുഭൂമികൾക്കകത്താണ്. ഞാൻ ഒരു ദൈവദാസന്റെ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ പറയാ, ജീവിതത്തിന്റെ മരുഭൂമിക്കകത്ത് വെളിപ്പെടുന്നതിന് മൂല്യമേറെ. മുട്ടങ്കി വർഗീസ് അപ്പച്ചൻ വർഷങ്ങൾക്ക് മുമ്പ് അനുഭവം കേട്ടിട്ടുണ്ടായിരിക്കും. ദിവസങ്ങൾ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഉപവാസമല്ല പട്ടിണിയാ, ഉപവാസം പോലെയൊക്കെ ആയി. ഉപവാസം തന്നെയല്ലോ, പട്ടിണിയാ, ഒന്നുമില്ല, പ്രാർത്ഥിക്കുക. തൻ്റെ വീട്ടിൻ്റെ പുറകിലൂടെ ഒരു നീരൊഴുക് ഒഴുകി വരിക. അതിനകത്തുനിന്ന് വെള്ളം കോരി ചൂടാക്കി തൻ്റെ ഭാര്യയ്ക്കും തലമുറകൾക്കും കൊടുക്കും. എല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി എല്ലാം വേണ്ടെന്ന് വച്ചിറങ്ങി. ആ സമയത്ത് മരണം മുഖാമുഖമായി കണ്ടു നിൽക്കുമ്പോൾ ഭാര്യ അപ്പുറത്തെ പറമ്പിൽ ഒരു വാഴ കൊലച്ച് നിൽക്കുക. അതിനകത്തുനിന്നൊരു പഴം പറിച്ച് കഴിക്കാമെന്ന് ചോദിക്കുമ്പോഴാണ് അഴലേറും ജീവിത മരുഭൂമിയിൽ എന്നൊക്കെ പാട്ട് വന്നത്. അപ്പോഴൊക്കെ പറയാറുണ്ട്, കയ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നിറഞ്ഞിടണം.
എന്നൊക്കെ പാടി. കാരണം എന്താണെന്നറിയാമോ? കൈപ്പുള്ള വെള്ളം പാറയിൽ നിന്ന് ഒഴുകി വരുന്ന നീരൊഴുക്കിന്ന് ചൂടാക്കിയാ കുടിക്കുന്നേ. അത് കുടിക്കേണ്ടി വന്നാലും കൽപ്പന പോലെ നടക്കണം. ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ നിന്ന് ആ ദൈവദാസൻ ആ പാട്ടെഴുതി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെയും ശരീരം മുഴുവനും ബലഹീനമായി. ആ ഒഴുകി വന്ന പാറയിൽ നിന്ന് വെള്ളം ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈറനണിഞ്ഞ കണ്ണുമായി ദൈവ മനുഷ്യൻ ആ പാറയിൽ അവിടെ തിരുന്നിട്ട് ആ ഒഴുകി വരുന്ന നീരൊഴുക്കുന്ന കോരി വെള്ളം ശേഖരിക്കുമ്പോൾ തൻ്റെ നാവിനകത്തൂടെ താനൊരു പാട്ട് പാടി. വരികൾ ഇങ്ങനെയാണ്, എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മ വരുന്നില്ല, ഞാൻ മറന്നുപോയി. ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെ: പാറയിൽ നിന്നു തേൻ ജീവനദിയിൽ നിന്നു കുടിക്കും, പാറയിൽ നിന്നു ജീവ നിന്നു കുടിക്കും, രൂപപ്രയാണം കഴിയും വരെ മറയ്ക്കുമാവൻ മരുഭൂപ്രയാണം കഴിയും വരെ മറയ്ക്കുമാവൻ നമ്മെ ചിറകടിയിൽ സ്തോത്രഗീതം പാടുക നീ മനമേ. പ്രിയരെ, ആ ഭക്തൻ പാടിയത് കണ്ടോ? ഈ മരുഭൂ പ്രയാണം കഴിയുന്നത് വരെ ഈ പാറയിൽ നിന്നുള്ള ജീവജലത്തിൻ്റെ നദി കുടിക്കേണ്ടി വരും. ദൈവം നിനക്ക് വേണ്ടി കരുതും. അതുകൊണ്ട് മരുഭൂമി മാറാൻ പ്രാർത്ഥിക്കരുതേ. മരുഭൂമി ചവിട്ടി ആത്മാവിൽ സഞ്ചരിക്കാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തു വേണ്ടി പ്രാർത്ഥിക്കണം? കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നു, മരുഭൂമിയിലൂടെ എന്നെ നടത്തിയവന് അവൻ്റെ ദയ. പ്രിയരെ, ഈ മരുഭൂമിക്കകത്ത് കൊണ്ടുവന്നതേ മോശയ്ക്ക് കൊട്ടാരത്തിൽ കിട്ടാത്ത 3 കാര്യം ദൈവത്തിന് കൈമാറാനാണ്. കൊട്ടാരത്തിൽ കിട്ടാത്തതുണ്ട്, ലോകത്തിൻ്റെ ഭൗതികതയ്ക്കകത്ത് ലഭിക്കാത്ത ചിലതുണ്ട്. അത് ദൈവമക്കൾക്ക് വേണ്ടി മാത്രമേ ദൈവം തരൂ. അത് പ്രാപിക്കാനായി മരുഭൂമി കൊണ്ടുവന്നേ. നമ്മൾ മരുഭൂമി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചോടാൻ നിൽക്കുക. പക്ഷെ ദൈവം പറയുക, ഈ മരുഭൂമി മാത്രമേ ഇത് കിട്ടത്തുള്ളൂ, ഇത് കിട്ടത്തുള്ളൂ. ആമേ ആമേ. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചേ. എടാ, മരുഭൂമി മന്ന മാത്രമല്ല, മരുഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കിട്ടും. അത് ഫറവോന്റെ കൊട്ടാരത്തിൽ കിട്ടത്തില്ല. ആ വായിച്ച കുറിവാക്യം ഒന്ന് പെട്ടെന്ന് നോക്കി വിടാമോ? 1, 2, 3 ഒറ്റ വാക്കി പറഞ്ഞു തീർക്കാൻ പോവുക. ശ്രദ്ധിച്ചു കേട്ടോ. കൊട്ടാരത്തിൽ കിട്ടാതെ മരുഭൂമിയിൽ മാത്രം ലഭിക്കുന്ന ഒന്നുണ്ട്. മോശേ, ഇതുവരെയും വിശ്വാസത്താൽ ജീവിച്ച നീ ആ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ സാന്നിധ്യം അത് കൊട്ടാരത്തിൽ ലഭിക്കില്ല. അത് മരുഭൂമിയിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. ദൈവ സാന്നിധ്യം മരുഭൂമിയിലേ ഉള്ളൂ. കൊട്ടാരത്തിന്റെ അനുഭവത്തിനകത്ത് ഈ ദൈവ സാന്നിധ്യം കിട്ടില്ല. ഈ പകൽക്കാലം ആത്മാവിൽ പറ, ദൈവ സാന്നിധ്യങ്ങൾ നൽകുന്ന ചില മരുഭൂമികൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. ജീവിതത്തിന്റെ ഏതോ മരുഭൂമിക്കകത്തല്ലേ ആത്മമറവ് ദൈവാത്മാവ് കൈമാറിയേ? ജീവിതത്തിന്റെ ഏതോ ഒറ്റപ്പെടലിനകത്തല്ലേ എല്ലാം തകർന്നെന്ന് തോന്നിയപ്പോഴല്ലേ ഈ കൃപയുടെ അഭിഷേകത്തെ കൈമാറിയേ? ഈ പകൽക്കാലം മരുഭൂമിയിലോ ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം ദൈവസാന്നിധ്യമാണ്. 2, മോശയോട് വചനം പറയുന്നു, മരുഭൂമിയിൽ മോശയ്ക്ക് ലഭിച്ച 2ാമത്തെ കാര്യം ഫറവോന്റെ കൊട്ടാരത്തിൽ കേൾക്കാത്തൊരു ശബ്ദം മരുഭൂമിയിൽ മോശ കേട്ടു.
മരുഭൂമിയുടെ പ്രത്യേകത, ഉടയവൻ ഡയറക്റ്റായി സംസാരിക്കുന്ന ഇടം. ഒറ്റപ്പെടലാണ് കേട്ടോ ദൈവശബ്ദം കേൾക്കുന്നേ. ആ സമയത്തൊക്കെ വെളിപ്പെടുന്ന പ്രസൻസിനകത്ത് ദൈവം സംസാരിക്കുമ്പോൾ അടിയനിതാ അടിയനോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ചരിത്രത്തെ തിരിക്കുന്ന, നമ്മുടെ മാത്രമല്ല ദൈവിക ഹൃദയത്തിലെ മിസ്റ്ററികളെ തുറന്ന് കൈമാറുന്ന ചില ഇടങ്ങളായി മാറും. പൗലൂസിനൊരു മരുഭൂമി ഉണ്ടായിരുന്നു, അറേബ്യൻ മരുഭൂമി. ആ മരുഭൂമിയിൽ 1.5 വർഷം പൗലൂസ് ഇരുന്നാണ് വചനം പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് കർത്താവിൽ നിന്ന് പ്രാപിച്ച ഇടമാണ് മരുഭൂമി. പ്രിയരേ, ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് മരുഭൂമിയില. 2 ദൈവ ശബ്ദം കേൾക്കുന്നത് മരുഭൂമിയില. കൊട്ടാരത്തിൽ നിന്നാൽ നിനക്കൊരു പക്ഷെ ഇതൊന്നും കിട്ടില്ല. 3ാമത്തെ പ്രത്യേകത പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവാ. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ, ജീവിതത്തിൻ്റെ പലകമേൽ എഴുതിയിട്ടോ. മരുഭൂമിക്കകത്ത് ഇത് കണ്ണമേ ചേമേ, ഇത് നീ പിടിച്ചിട്ടേ മറ്റൊരു പുറപ്പാടിലേക്ക് നീ തലിക്കാവൂ. വചനം പറയുന്നു, ഈ മരുഭൂമിയിൽ വച്ചാണ് മോശ അമ്മ പറഞ്ഞുകൊടുത്ത വിശ്വാസത്തിൻ്റെ വാക്കുകൾ കേട്ട് മുല കുടിക്കുന്ന നാൾ മുതൽ വളർന്നു വന്ന ഓരോ സ്റ്റെപ്പുകളിലും വിശ്വാസത്തിൻ്റെ ചുവടുകൾ വച്ച് ദൈവമുണ്ടെന്നും സത്യദൈവമാണെന്നും നമ്മൾ എബ്രായരാണെന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെന്നും അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഇടപെട്ട പിതാക്കന്മാരുടെ ദൈവം നമുക്കുണ്ട് എന്ന് മോശ കേട്ട ആ ദൈവത്തെ കണ്ട ഇടം അത് മരുഭൂമിയാണ്. മരുഭൂമിയുടെ 3ാമത്തെ പ്രത്യേകത, അവന്റെ സാന്നിധ്യം അനുഭവിക്കുക മാത്രമല്ല, അവന്റെ ശബ്ദം കേൾക്കുക മാത്രമല്ല, ഈ രാത്രി ആത്മാവിൽ പ്രവചിക്കുക, ദൈവത്തെ അക്ഷരീരമായി കാണുന്ന ഇടമാണ് മരുഭൂമിയെങ്കിൽ ഈ പകൽ എത്ര അവർണ്ണനീയമാണ്. വായിച്ച കുറിവാക്കി ഒന്ന് സ്ക്രീനിൽ ഇടാമോ? ആ ആ ആ ആ മതി മതി. ദൈവം പറയുക, മോശേ ഞാൻ മിസ്രൈമിലുള്ളവരെ കണ്ടു, പക്ഷെ മോശ തിരിച്ചു പറയാ, കർത്താവേ ഈ മരുഭൂമി ഞാൻ നിന്നെ മനസ്സിലായില്ല. മോശയോട് ദൈവം പറയാ, മോശേ ഞാൻ മിസ്രൈമിലുള്ള കഷ്ടത അനുഭവിക്കുന്നവരെ കണ്ടു. മോശ പറയാ, കർത്താവേ മിസ്രൈമിൽ കണ്ടിട്ടില്ലാത്ത, മരുഭൂമിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്റെ പിതാക്കന്മാരുടെ മുന്നിൽ വെളിപ്പെടാം. ഞാൻ നിന്നെ കണ്ടു. ദൈവം പറയുക, മോശേ ഞാൻ അവരുടെ നിലവിളി, മോശ പറയാ, കർത്താവേ അവരുടെ നീ നിലവിളി കേട്ടോ, ഞാൻ നിന്റെ ശബ്ദം കേട്ടോ. മോശ പറയുന്നു, ദൈവം പറയുക, മിസ്രൈമിലുള്ളവരുടെ നിലവിളി ഞാൻ കേട്ടു. മോശ കണ്ണുനീരോടെ പറഞ്ഞു കാണും, അപ്പാ എന്റെ പിതാക്കന്മാർ കേട്ട അതേ ശബ്ദം, 400 വർഷം പിതാക്കന്മാർ കേൾക്കാൻ കൊതിച്ച അതേ ശബ്ദം, അബ്രഹാം കേട്ടത്, ഇസഹാക്ക് കേട്ടത്, യാക്കോബ് കേട്ട, എന്റെ പിതാക്കന്മാരെ വഴി നടത്തിയ അതേ ശബ്ദം ഈ മരുഭൂമിയിൽ ഞാൻ കേട്ടുവല്ലോ. ഈ പകൽക്കാലം ഇതിനേക്കാൾ വലിയ പ്രിവിലേജ് ഉണ്ട്. അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച അഴിക്കു പഞ്ചസാര മണൽ കൊണ്ടതിരിട്ട ആകാശത്തിന്റെ പരിമണത്ത് അവന്റെ കരത്തിലെ ചാണുകൊണ്ടളമ്മ ദൈവത്തെ കണ്ടയിട. അങ്ങനെ കണ്ടവനാ, അങ്ങനെ കേട്ടവനാ, അങ്ങനെ അവന്റെ സാന്നിധ്യം അനുഭവിച്ചവനാ. അവന്റെ വടിയിട്ടാൽ അത് സർപ്പമാകും,
ശത്രുവിന്റെ പാമ്പിനെ അത് വിഴുങ്ങും. അവന്റെ വടി അത്ഭുതത്തിന്റെ വടിയായി മാറും. വടി കൊണ്ട് ചെങ്കടലുകൾ വിഭാജിക്കപ്പെടും. ഓ രാമാനാഥരെ, അവിടെയാ മന്ന വെളിപ്പെടുന്നത്, അവിടെയാ കാടപ്പക്ഷി വെളിപ്പെടുന്നത്. മന്നയല്ല വിഷയം, കാടപ്പക്ഷിയല്ല വിഷയം. His presence and favor. പകൽ ആത്മാവിൽ പിടിക്കാൻ കഴിയുമോ? ഈ തലമുറയിൽ കഷ്ടതയ്ക്കകത്തും മരുഭൂമിക്കകത്തും അവന്റെ ശബ്ദം കേൾക്കുന്ന, അവനെ കാണുന്ന, ഞാൻ ആത്മാവിൽ പറയാ, സബിംബാസ കാണാൻ നിൽക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഒരു വിശ്വാസികളെയും കാണാൻ നിൽക്കരുത്, ആരെയും കാണാൻ നിൽക്കരുത്. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് അങ്ങയൊന്ന് കാണണം. പ്രിയരെ, ആ ദൈവത്തെ കണ്ടാൽ നിന്റെ ചരിത്രം തിരിയും, ചരിത്രം തിരിയും. നീ അസാധാരണക്കാരനായി മാറും. ഈ പകൽ ദൈവസന്നിധിയിൽ ഒന്ന് കൺകള മൂടാമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ?